ഞാൻ മജീദ് മുത്തെടുത്ത് 10-25 വയസ്സ് കഴിഞ്ഞിട്ടും ജോലിക്ക് പോകാതെ കൂലിയും വേലയുമില്ലാതെ വീട്ടിൽ ഒതുങ്ങിക്കഴിയുന്ന ഒരു മകൻ്റെ ഈ പ്രവൃത്തിയിൽ അച്ഛന് വളരെയധികം മനോവിഷമമുണ്ടായി. അദ്ദേഹം നിത്യേന കൂലിപ്പണിക്ക് പോകും, സമ്പാദിച്ചു കൊണ്ടുവരും, അതുകൊണ്ട് കുടുംബത്തെ പോറ്റും. മകൻ തൻ്റെ പാത പിന്തുടർന്ന് ഒരു ജോലി ചെയ്യുന്ന വ്യക്തിയായി മാറുന്നില്ലല്ലോ എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിഷമം. അച്ഛൻ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഒരു ദിവസം മകനെ അരികിലേക്ക് വിളിച്ച് അദ്ദേഹം പറഞ്ഞു, നാളെ തൊട്ട് നീ പണിക്ക് പോയി വല്ലതും സമ്പാദിച്ചു കൊണ്ട് വന്നിട്ടില്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിനക്ക് ഭക്ഷണം തരികയില്ല, ഒരു ഗ്ലാസ് വെള്ളം പോലും തരികയില്ല. വളരെ കർശനമായി ഉപദേശിച്ചു. അച്ഛനെ അറിയാകുന്ന മകൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുമെന്ന് അറിയാകുന്ന മകൻ ആകെ വിഷമവൃത്തത്തിലായി. പിറ്റേന്ന് അവന് പണിക്ക് പോകാനൊന്നും തോന്നിയില്ല. വൈകുന്നേരമായപ്പോൾ അവൻ അമ്മയെ സമീപിച്ചു. അമ്മേ, ഞാൻ പണിക്ക് പോയി വല്ലതും കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഒരു തുള്ളി വെള്ളം തരില്ല എന്നല്ലേ അച്ഛൻ പറഞ്ഞത്? അമ്മ എന്നെ ഒന്ന് സഹായിക്കണം. അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും പണമുണ്ടെങ്കിൽ എനിക്ക് തരണം. അത് പണിക്ക് പോയി കിട്ടിയതാണെന്ന് അച്ഛനെ കാണിച്ചു കൊടുത്ത് എനിക്ക് ഭക്ഷണം കഴിക്കണം. ദയാലുവായ അമ്മ ഒരു വെള്ളി നാണയം എടുത്ത് മകന് കൊടുത്തു. പണിക്ക് പോയി തിരിച്ചു വന്ന അച്ഛൻ മകനെ അരികിലേക്ക് വിളിച്ചിട്ട് ചോദിച്ചു, ഇന്ന് നീ എന്ത് സമ്പാദിച്ചു? മകൻ അമ്മ തന്ന വെള്ളി നാണയം എടുത്ത് കാണിച്ചു കൊടുത്തു. ഇതാണ് എൻ്റെ സമ്പാദ്യം. അവൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി അച്ഛൻ പറഞ്ഞു, ഈ വെള്ളി നാണയം നീ കിണറ്റിൽ എറിഞ്ഞു കളയുക. മകൻ അതുപ്രകാരം ആ നാണയം കിണറ്റിലേക്ക് എറിഞ്ഞു. പിറ്റേന്നും അച്ഛൻ പറഞ്ഞു, വല്ലതും സമ്പാദിച്ചു കൊണ്ടുവരാതെ നിനക്ക് ഭക്ഷണം തരില്ല. മകൻ അന്ന് വൈകുന്നേരം സഹോദരിയെ സമീപിച്ചു. എന്നിട്ട് അവളോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് സഹായിക്കണം. അച്ഛൻ വരുമ്പോൾ കാണിച്ചു കൊടുക്കാൻ എനിക്ക് നിന്റെ സമ്പാദ്യത്തിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് തരണം. സഹോദരി അന്ന് അവന് ഒരു വെള്ളി നാണയം കൊടുത്തു. അച്ഛൻ പണി കഴിഞ്ഞു വന്നപ്പോൾ മകനോട് ചോദിച്ചു, ഇന്നത്തെ സമ്പാദ്യം എന്താണ്? മകൻ സഹോദരി തന്ന വെള്ളി നാണയം എടുത്തിട്ട്, ഇതാണ് അച്ഛാ ഇന്ന് ഞാൻ എൻ്റെ കൂലി. അച്ഛൻ അവനോട് പറഞ്ഞു, നീ അത് കിണറ്റിൽ എറിഞ്ഞു കളയുക. മകൻ അതനുസരിച്ചു. പിറ്റേന്ന് എന്തെങ്കിലും സമ്പാദിക്കണം. മകൻ ആലോചിച്ചു നോക്കി. സഹായം ചോദിക്കാൻ ആരുമില്ല. രാവിലെ ഒരു 10 മണിയായപ്പോൾ അവൻ ആലോചിച്ചു, എന്തു ചെയ്യും? അച്ഛൻ വരുമ്പോഴേക്ക് എന്തെങ്കിലും സമ്പാദ്യം കാണിക്കണം. അവൻ പതുക്കെ നിരത്തിലേക്ക് ഇറങ്ങി. നിരത്തുവക്കിൽ അല്പനേരം നിന്നപ്പോൾ അവൻ കാണുന്നു, വൃദ്ധനായ ഒരു മനുഷ്യൻ ഒരു പെട്ടി ചുമന്ന് കൊണ്ടുവരുന്നു. ആ പെട്ടി ചുമക്കാൻ അയാൾ പ്രയാസപ്പെടുന്നു. ഈ യുവാവ് ആ വൃദ്ധന്റെ അരികിലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഈ പെട്ടി ചുമക്കാൻ പ്രയാസപ്പെടുന്നല്ലോ, പെട്ടി ഞാൻ ചുമക്കാം, നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടത്? അദ്ദേഹം പറഞ്ഞു, എനിക്ക് കടത്തുതോണിയുള്ള പുഴക്കടവ് വരെയാണ് എത്തേണ്ടത്. യുവാവ് ആ പെട്ടി വാങ്ങി തലയിൽ വെച്ച് അദ്ദേഹത്തെ പുഴക്കടവ് വരെ എത്തിച്ചു. തോണിയിലേക്ക് പെട്ടി എടുത്ത് വെച്ച ശേഷം യുവാവ് പിന്തിരിഞ്ഞ് നടക്കുമ്പോൾ ആ വൃദ്ധൻ അവന് കീശയിൽ നിന്ന് 2 വെള്ളി നാണയം എടുത്തു കൊടുത്തു. അന്ന് വൈകുന്നേരം മകൻ വീട്ടിലെത്തി. പതിവ് പോലെ പണി കഴിഞ്ഞു വന്ന അച്ഛൻ അവനോട് ചോദിച്ചു, ഇന്നത്തെ സമ്പാദ്യം എന്താണ്? മകൻ ആ 2 വെള്ളി നാണയം എടുത്തു കാണിച്ചു. അവൻ്റെ മുഖത്ത് വിയർപ്പിൻ്റെയും പ്രതീക്ഷയുടെയും സ്ഫുരണമുണ്ടായിരുന്നു. അച്ഛൻ ക്ഷുഭിതനായി പറഞ്ഞു, ആ 2 വെള്ളി നാണയം നീ കിണറ്റിൽ എറിഞ്ഞു കളയുക. മകൻ അച്ഛൻ്റെ മുഖത്ത് നോക്കി വളരെ പരുഷമായി സംസാരിച്ചു, ഈ നാണയം എറിഞ്ഞു കളയാനോ? ഇതെൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്. ഞാനിന്ന് സമ്പാദിച്ചതാണ്. ഇത് ഞാൻ കിണറ്റിൽ എറിഞ്ഞു കളയില്ല. അച്ഛൻ്റെ മുഖം സംതൃപ്തി കൊണ്ട്, സന്തോഷം കൊണ്ട് തിളങ്ങി. അദ്ദേഹം മകനെ ആശ്ലേഷിച്ചു.
എന്നിട്ട് ചോദിച്ചു, ഈ നാണയം നിനക്ക് എറിഞ്ഞു കളയാൻ തോന്നാത്തത് എന്തുകൊണ്ടാണ്? അവൻ ആ വാക്കുകൾ ആവർത്തിച്ചു, ഇതെൻ്റെ വിയർപ്പിൻ്റെ വിലയാണ്, എൻ്റെ അധ്വാനത്തിൻ്റെ സമ്പാദ്യമാണ്. അച്ഛൻ പറഞ്ഞു, മകനെ, നമ്മൾ അധ്വാനിച്ച പണം കൊണ്ട് നമ്മൾ വാങ്ങിക്കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഈ ലോകത്ത് മറ്റൊന്നിനും ലഭിക്കുകയില്ല. അതുകൊണ്ട് അധ്വാനമാണ് സമ്പത്ത്, അധ്വാനമാണ് മഹത്വം. ഓരോ മനുഷ്യനും അധ്വാനിക്കുമ്പോൾ അവന് സംതൃപ്തിയോടെ ഈ ലോകത്ത് ജീവിക്കാൻ കഴിയും. താങ്ക് യു വെരി മച്ച്.